ലോകകപ്പ് ഫൈനൽ കാണാൻ മലപ്പുറത്ത് വലിയ സെറ്റപ്പുകളാണ് ഒരുക്കിയിട്ടുള്ളത്. നമ്മളുള്ളത് മലപ്പുറം ടൗൺ ഹാളിലാണ്. ടൗൺ ഹാളിൽ സാധാരണ രാഷ്ട്രീയ പരിപാടികളും സാംസ്കാരിക പരിപാടികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത്തവണ ലോകകപ്പ് ഫൈനൽ ഇവിടെ നിന്നാണ് കാണുന്നത്. ഇവിടെ വലിയൊരു സ്ക്രീന് അതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. 1500-ലധികം പേര് ഇരുന്നും നിന്നും ഒക്കെ ഇവിടെ രാത്രി ഈ ഫൈനൽ കാണുന്ന ഉറപ്പാണ്. അതിനുള്ള സംവിധാനങ്ങളൊക്കെയാണ് നഗരസഭയും വ്യാപാരി വ്യവസായി സമിതിയൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇത് എന്താണ് ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ എത്രത്തോളമായി ഇപ്പോൾ? വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂത്ത് വിങ്ങും മലപ്പുറം നഗരസഭയും സംയുക്തമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മലപ്പുറത്ത് നമുക്കറിയാലോ, ഫുട്ബോള് നെഞ്ചേറ്റിയ ഒരു പ്രദേശമാണ്. ആയിരക്കണക്കിന് ആളുകൾ കളി കാണുന്ന, കഴിഞ്ഞ ദിവസം സെമി ഫൈനൽ ആയിരക്കണക്കിന് ആളുകളാണ് കാണാനുണ്ട് അർജൻറ്റീനയുടെ കളി. ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു 2000-ഓളം ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്ക് നിന്നിട്ടൊക്കെ കാണാനുള്ളൊരു സൗകര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. പല പ്രമുഖരായ ആളുകൾ, ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ അവർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ, ജില്ലാ കലക്ടർ, മലപ്പുറത്തെ പഴയകാല ഫുട്ബോൾ താരങ്ങൾ എല്ലാവരും ഇന്നിവിടെ അതിഥികളായി വരുന്നുണ്ട്. അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വലിയ LED വാളും അതുപോലെ തന്നെ 10000 വാട്ട് സൗണ്ട് ഉണ്ട്. ഒരു 9 മണി മുതൽ ഇവിടെ വിവിധ പരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുട്ബോളുമായി ബന്ധപ്പെട്ട ചില ഗെയിമുകളുണ്ട്, മറ്റു മത്സരങ്ങൾ എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. എന്താണ് ഇന്നത്തെ പ്രതീക്ഷ? ഇന്ന് നമുക്ക് നല്ലൊരു ഗെയിം കാണാവുന്നതാണ്. കാരണം വെച്ചാൽ നല്ലൊരു ക്ലാസിക് ഗെയിമാണ്. കാരണം മെസ്സി പഠിപ്പിച്ച കുട്ടികളെ എതിരെയാണ് മെസ്സി മത്സരിക്കുന്നത്. അങ്ങനെ ഒന്നും കൂടി നമുക്ക് അതിലൊരു വലിയൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. അല്ല, നമ്മള് ഫുട്ബോൾ ഫാനാണ്. അതെ, നമ്മൾ ഫുട്ബോൾ ഫാനാണ് ശരിക്കും. നമ്മളെല്ലാ, അതായത് നല്ല കളി കാണാൻ അത് ആസ്വദിക്കുക, അതാണ് നമ്മുടെ 100%. നമ്മള് ഫുട്ബോൾ കാണാതെ ആസ്വദിക്കുക. പിന്നെ എന്തായാലും നമുക്ക് നല്ല കളി കാണണം, നന്നായി കളിക്കട്ടെ, ആ കളി കാണാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കുക എന്നതാണ്. അർജന്റീന ഫാനല്ല ഞാൻ, എങ്കിലും മെസ്സിയുടെ ഫാനാണ്. മെസ്സി എന്നൊരു അതുല്യ പ്രതിഭയുടെ അവസാന വേൾഡ് കപ്പാണ്. അതുകൊണ്ട് തന്നെ കപ്പ് ഉയർത്തണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ഞാൻ അർജന്റീന ഫാനൊന്നുമല്ല, എന്റെ ടീം നേരത്തെ തോറ്റു പോയിട്ടുണ്ട്, ബ്രസീൽ. ഇന്നൊരു നല്ലൊരു, നേരത്തെ പറഞ്ഞ പോലെ ക്ലാസിക്കൽ പോരാട്ടമായിരിക്കും. കാരണം മെസ്സിയെ സംബന്ധിച്ചിടത്തോളം വളർന്നു വന്നൊരു നാടാണ് ബാഴ്സലോണ എന്നുള്ളത്. അതിൽ 8 പ്ലെയേഴ്സാണ്, നിലവിൽ 8 ബാഴ്സലോണയുടെ പ്ലെയേഴ്സാണ് ഇന്ന് സ്പെയിനിൽ കളിക്കുന്നത്. അപ്പോൾ മെസ്സിക്ക് എത്രത്തോളം അവരായിട്ട് ചിലപ്പോൾ ഇമോഷണലി സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഫുട്ബോൾ. തീർച്ചയായിട്ടും അങ്ങനെ സംഭവം ഫുട്ബോളുണ്ട്. അത് പക്ഷെ വേൾഡ് കപ്പാണ്, ഫൈനലാണ്. ആ ഒരു കോൺഫിഡൻറ്റോട് കൂടിയായിരിക്കും ഇന്ന് കളിക്കളത്തിൽ ഇറങ്ങുക. തികച്ചും ആധിപത്യം അർജൻറ്റീനക്കാണ്. പക്ഷേ മുൻകാല പ്രവചനങ്ങളും അതുപോലതൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ സ്പെയിൻ അടിക്കും എന്നുള്ള, അത് മാത്രമല്ല 2010 സ്പെയിൻ അടിക്കുമ്പോൾ അതേ ആ ഒരു റോലാണ് ഇപ്പോഴത്തെ വേൾഡ് കപ്പിൽ വരുന്നത്. കാരണം ഫസ്റ്റത്തെ കളി സ്പെയിനും മെക്സിക്കോ, ദക്ഷിണാഫ്രിക്ക, അതേ ആ ഒരു ഇത് ചിന്തിക്കുമ്പോൾ സ്പെയിൻ അടിക്കും എന്നുള്ളതാണ്. പക്ഷേ അന്നത്തെ ഫൈനൽ മത്സരത്തിൽ എതിരാളികൾ ഹോളണ്ടായിരുന്നു. ഇന്നത് മാറിയിട്ടുണ്ട്. ഇന്ന് അർജൻറ്റീനയാണ്, എതിർഭാഗത്ത് മെസ്സിയാണ്. അർജന്റീനയുടെ കളി പറയുമ്പോഴേ അവസാനത്തെ 20 മിനിറ്റാണ് അർജന്റീന സർവാധിപത്യം പുലർത്തുന്നത്. പക്ഷേ സ്പെയിനെ സംബന്ധിച്ച് അവർ ആദ്യം ഒരു ലീഡ് നേടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ പ്രതിരോധം തകർക്കാൻ അത്ര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. അത് നമ്മൾ, അതായത് ഫസ്റ്റത്തെ കളി സ്പെയിനിൻ്റെ കളി നോക്കിയപ്പോൾ നമുക്ക് കരുതി ഫസ്റ്റ് റൗണ്ടിൽ പുറം പോകുന്നുള്ളതാണ്. പക്ഷേ ലാസ്റ്റിക്ക് വന്നപ്പോൾ സ്പെയിൻ്റെ ആ ഒരു ടിക്ക റേഞ്ചിലെത്തി. അത് എത്താനുള്ള കാരണം ഫസ്റ്റ് അതായത് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഗോൾ അടിച്ച് കഴിഞ്ഞാലാണ് അവർക്ക് ഈ ഒരു ശൈലി കിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും ഈ കളി കിട്ടൂല. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസും ഒക്കെ ഹാഫിൽ കളിക്കുന്ന ഇപ്പോൾ എൻസോ ഫെർണാണ്ടസ്, ഡീപോള്, അതുപോലെ ഇവരൊക്കെ നല്ല ഫോമിലാണ് കളിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എത്രത്തോളം ആ ഒരു ഫ്രാൻസിനെതിരെ കളിച്ച ആ ഒരു കളി ഇവർക്ക് കിട്ടണമെന്നുള്ളത് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു ചാൻസ് നമ്മൾ കാണുന്നില്ല. അതെ, അതൊക്കെ അത് ചില ആ ഒരു മാർട്ടിനസ് പഴയൊരു ഫോം ഇപ്പം കാണുന്നില്ല. പക്ഷെ ഇതൊരു ഫൈനലാണ്, കോൺഫിഡൻറ്റ് നന്നായിട്ടുണ്ട്. എൻ്റെ പ്രതീക്ഷ മിക്കവാറും സ്പെയിൻ അടിക്കുന്നതാണ്. പിന്നെ കഴിഞ്ഞ കളികളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറേ മാറ്റങ്ങളുണ്ട്. പിന്നെ അതിൽ സ്പെയിനാണ് മുൻതൂക്കം. സുരേഷേട്ടാ, കളി വിലയിരുത്തലുകാരൻ കൂടിയാണ്, എന്താണ് സുരേഷിൻ്റെ? അല്ല, എനിക്ക് തോന്നുന്നത്, ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഹാർട്ട് സ്പെയിനിൻ്റെ കൂടെയാണ്, ബ്രെയിൻ അർജൻറ്റീനയുടെ കൂടെയാണെന്ന് എനിക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജൻറ്റീന ലാസ്റ്റുള്ള ആ ഒരു 15-20 മിനിറ്റ് ഏത് പ്രതിസന്ധിയിൽ നിന്ന് വേണമെങ്കിലും ഉയർത്തെഴുന്നേറ്റ് ഗോളടിച്ച് വിജയിക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. അപ്പോൾ സ്പെയിൻ ലേസി ആവാതെ കളിച്ച് ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ തന്നെ, അതെ, സ്പെയിൻ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഓരോ ഗോൾ ഇട്ടാൽ മാത്രമേ അവർക്ക് പ്രതീക്ഷയ്ക്ക് വഴങ്ങുള്ളൂ.
എന്നാണ് എനിക്ക് തോന്നുന്നത്. 20 മിനിറ്റ് ലാസ്റ്റ് 20 മിനിറ്റ് മാജിക്ക് അതിജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് അവർക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങളൊരു പ്രതീക്ഷ? ഇന്നത്തെ ശരിക്ക് കൂടുതൽ ആരാധകരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് എല്ലാവരും പറയാം സ്പെയിന് ജയിക്കണം എന്നുള്ളതോ അങ്ങനെ ഓപ്പോസിറ്റ് ടീം ജയിക്കണം എന്നുള്ളതൊക്കെയാണ്. പക്ഷേ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന അർജന്റീന ജയിക്കണം തന്നെ, അതന്നെ ഉണ്ടാവുക ആ ഒരു പ്രതീക്ഷയിലാണ്. അതിനുവേണ്ടി ഏകദേശം നമ്മളൊരു 1200ഓളം സീറ്റുള്ള ഒരു സൗകര്യം നമ്മൾ ലേബറേസിൻ്റെ യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. മലപ്പുറം മുനിസിപ്പൽ യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ. പ്രതീക്ഷകൾ എങ്ങനെ ഇന്നത്തെ? ഫുട്ബോളിൻ്റെ ഫാനാണ്, പക്ഷെ മനസ്സുകൊണ്ട് മെസ്സി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മോള് കട്ട അർജന്റീന ഫാനാണ്. കാരണം മെസ്സിക്ക് നല്ല പ്ലെയറാണ്. മെസ്സിയാണ് അല്ലേ? എന്താ മോളൂസിന്റെ പറയാനുള്ളത്? മെസ്സിയാണോ ഇഷ്ടം? മെസ്സിയാണോ? നമ്മടെ മെസ്സിയാവും ഉറപ്പല്ലേ? ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? പോർച്ചുഗലാണ്. പോർച്ചുഗലാണ്. അതാണ് പറയണം. നമ്മളെ ഇഷ്ടം മറച്ചു വെക്കരുത്. എന്റെ കുട്ടിയും പോർച്ചുഗലാണ്. ഏറ്റവും ഇഷ്ടം പോർച്ചുഗലിന്റെ ഇനിയിപ്പോ ഇന്നത്തെ കളി ആരെ കൂടെ? ഇന്നത്തെ സ്പെയിന് ജയിക്കുന്നതാണ്. ഞാനൊരു ബ്രസീൽ ഫാനാണ്. ഞങ്ങൾക്ക് ഒരു 5 വേൾഡ് കപ്പ് മതി. ഇന്നത്തെ കളിയിൽ എനിക്ക് പറയാതുള്ളത് കൂടുതൽ ഈ മെസ്സി എമാലിനെ കുളിപ്പിച്ചത് പണ്ടൊക്കെ ഒരു കഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ കളിയിൽ ഇന്ത്യ ആ ഒരു ആലോചനത്തിൽ അർജന്റീന ജയിക്കുന്നു. കട്ട ബ്രസീൽ ഫാനാണ് അർജന്റീന ജയിക്കുന്നതാണ് പറയുന്നത്. അതാണ് എല്ലാവരും മനസ്സിലാ. അപ്പം എന്താണെങ്കിലും മലപ്പുറം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. രാജകീയമായിട്ട് തന്നെ അർജന്റീനയുടെ വിജയം ആഘോഷിക്കാനാണ് അർജന്റീനയുടെ ഫാൻസ് എല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ സ്പെയിൻ അട്ടിമറിക്കുമോ, സ്പെയിൻ 2010 ആവർത്തിക്കുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയാം. എന്താണെങ്കിലും വേൾഡ് കപ്പ് ഫൈനൽ മലപ്പുറം ഈ ടൗൺ ഹാളിലിരുന്ന് ആഘോഷമായിട്ട് എല്ലാവർക്കും കാണാം. 1500-ലധികം പേര് വരുന്ന ഉറപ്പാണ് അല്ലേ? അത്രയും വലിയ സൗകര്യങ്ങളാണ്, സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും മലപ്പുറം ഇനി ആ ലോകകപ്പ് ഫൈനലിൻ്റെ ആവേശത്തിലേക്ക് അങ്ങ് ആഘോഷത്തോടെ നടന്നു കയറുകയാണ്. CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.